ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് 3 ശരീരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഏതാണ് ഈ 3 ശരീരം? ഏറ്റവും പുറമേ കാണുന്ന ഈ സ്ഥൂല ശരീരം, പിന്നീട് സ്ഥൂല ശരീരത്തെ നിലനിർത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിൽ മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഈ 3ൻ്റെയും സംഘാതമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. പിന്നെ ഈ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്തോ അതിന് കാരണശരീരം എന്ന് പറയുന്നു. ഈ കാരണശരീരം എന്നത് നമ്മുടെ അജ്ഞാനമാണ്, അവിദ്യയാണ്. അതായത് ആത്മാവിനെ അറിയാതിരിക്കൽ, അല്ലെങ്കിൽ ആത്മാവിനെ മറന്നുപോവൽ, ആത്മവിസ്മൃതിയാണ് കാരണശരീരം എന്ന് പറയുന്നത്. ആത്മവിസ്മൃതി വന്നതുകൊണ്ടാണ് സൂക്ഷ്മ ശരീരം ഉണ്ടായത്. ബുദ്ധിയും മനസ്സും ഉണ്ടായത് ആത്മവിസ്മൃതിയാലാണ്. അപ്പം ഈ 3 ശരീരം പോലെയുള്ള തന്നെ 3 അവസ്ഥകളും നമുക്കുണ്ട്. 3 ശരീരത്തിന് 3 അവസ്ഥകൾ. ഈ അവസ്ഥകളിൽ ഈ ശരീരബോധത്തോടുകൂടി ഉണർന്നിരിക്കുന്ന സമയത്തിന് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നു. ഈ സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരത്തിലേക്ക് നമ്മുടെ ബോധമണ്ഡലം പ്രവർത്തിക്കുമ്പോഴാണ് നാം സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം കാണുന്ന ആ അവസ്ഥയ്ക്ക് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നു. ഇനി 3ാമത് സുഷുപ്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് ശരിയായ ഉറക്കം. സുഷുപ്തിയിൽ ഞാനില്ല, ദേഹമില്ല, സുഖമില്ല, ദുഃഖമില്ല, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, അജ്ഞാനത്തിൽ ലയിച്ചു പോകുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി. എന്നാൽ ആ പരമമായ സത്തയോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ് സുഷുപ്തി അവസ്ഥ. നാം ക്ഷീണിച്ച് ജോലി ചെയ്ത് പരവശനായി ഒന്ന് സുഖമായി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നു. സുഖമായി ഉറങ്ങി എന്നാണ് നാം പറയുന്നത്. സുഖമായി ഉറങ്ങി നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഊർജ്ജസ്വലത നമുക്ക് കിട്ടുന്നു. എന്നാൽ ഉറക്കം തീരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ഷീണവും അസ്വസ്ഥതയുമായിരിക്കും ഫലം. അപ്പം നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങൾക്കും വിശ്രമം കൊടുക്കുന്ന ഒരു സമയമാണ് സുഷുപ്തി അവസ്ഥ. അത് ഈശ്വരൻ തന്നെ ഈ ശരീരത്തിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സുഷുപ്തി അവസ്ഥ, നമുക്ക് സ്വപ്നാവസ്ഥ, ജാഗ്രത അവസ്ഥ, ഈ 3 അവസ്ഥകൾ. ഇപ്പോൾ ജാഗ്രത അവസ്ഥ കാണുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് സത്യമായി തോന്നും. സ്വപ്നാവസ്ഥ കാണുമ്പോൾ സ്വപ്നമാണ് സത്യമാകുന്നത്, ജാഗ്രത അവസ്ഥ ഇല്ലാത്തതാണ്. എന്നാൽ ജാഗ്രത അവസ്ഥയിലേക്ക് ഉണർന്നു വരുമ്പോൾ സ്വപ്നാവസ്ഥയും അസത്യമായി നമുക്ക് അനുഭവമാകുന്നില്ലേ? എന്നാൽ സുഷുപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ സ്വപ്നാവസ്ഥയും ജാഗ്രത അവസ്ഥയും ഇല്ലാത്തതാണ്. അവിടെ നമുക്ക് നാം കിടന്നുറങ്ങുന്ന കട്ടിലോ മുറിയോ നമ്മുടെ സ്ഥലമോ നമ്മുടെ ബന്ധുമിത്രാദികളോ ഒന്നും സുഷുപ്തിയിലില്ല. സ്വപ്നം കാണലുമില്ല, സുഷുപ്തിയിലെ കാഴ്ചകളുമില്ല. അതാണ് സുഷുപ്തി അവസ്ഥ. ഇങ്ങനെ 3 അവസ്ഥകൾക്കും ഈ സുഷുപ്തി അവസ്ഥയിലും ഇതിനും സാക്ഷിയായ ഒന്ന് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ സുഖമായി ഉറങ്ങി എന്ന ഒരു തോന്നൽ നമുക്ക് വരുന്നില്ലേ? എല്ലാവർക്കും അറിയാം അത്. ഞാൻ സുഖമായിട്ട് ഉറങ്ങിട്ടോ എന്ന് നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ ജാഗ്രത അവസ്ഥയ്ക്കും സാക്ഷിയേതോ, സ്വപ്നാവസ്ഥയ്ക്കും സാക്ഷിയേതോ, സുഷുപ്തിക്കും സാക്ഷിയേതോ അതൊന്നാണ്. അതെല്ലാം നമ്മൾ തന്നെയാണ്. ഈ 3 അവസ്ഥകളിൽ 3 വ്യക്തിത്വങ്ങൾ ഏതോ ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്.
ആ അവസ്ഥയ്ക്കാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്. നാലാമത്തെ ഒരവസ്ഥ, അതാണ് സ്ഥായിയായിട്ടുള്ളത്, സ്ഥിരമായിട്ടുള്ളത്. അതിൽ നിന്നുണ്ടായതാണ് ഈ നമ്മുടെ കാരണശരീരവും അതുപോലെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. ഇവയ്ക്കാണ് സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമുക്ക് സുഷുപ്തി എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ കാരണശരീരത്തിലാണ് സുഷുപ്തി ഉണ്ടാകുന്നത്. എന്നാൽ സൂക്ഷ്മ ശരീരത്തിലാണ് സ്വപ്നം കാണുന്നത്. ഈ ജാഗ്രത അവസ്ഥയാകട്ടെ ഈ സ്ഥൂല ശരീരത്തിൽ വെച്ചും അനുഭവിക്കുന്നു. അതിനാൽ നമ്മൾ മൂന്നവസ്ഥയ്ക്കും എപ്പോഴും സാക്ഷിയായി നിലനിൽപ്പതാം ബ്രഹ്മം താൻ എന്നു കാണുന്നോൻ നിത്യസംതൃപ്തി കൊണ്ടിടും. ഈ മൂന്നവസ്ഥകളെക്കുറിച്ച് ഇത്രയും പറയാനാണ് ഈ അവസ്ഥകളെക്കുറിച്ച് ഇതുവരെ പറഞ്ഞത്. മൂന്നവസ്ഥയ്ക്കും എപ്പോഴും ജാഗ്ര സ്വപ്ന സുഷുപ്തി, ഇവയ്ക്ക് മൂന്നിനും എപ്പോഴും സാക്ഷിയായി നിൽപ്പതേതൊന്നാം. ഈ മൂന്നവസ്ഥയ്ക്കും സാക്ഷിയായി നിലനിൽക്കുന്നത് ഏതാണോ അത് തന്നെയാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. മൂന്നവസ്ഥയ്ക്കും എപ്പോഴും സാക്ഷിയായി നിലനിൽപ്പതാം ബ്രഹ്മം താൻ എന്നു കാണുമ്പോൾ നിത്യസംതൃപ്തി കൊണ്ടിടും. നമുക്ക് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത് ആ ബ്രഹ്മമാണ്. അതിൽ നിന്നാണ് ഈ അവസ്ഥകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, അവയിലുള്ള ജീവാവസ്ഥയും എല്ലാം. ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന ജീവനെ വിരാട് സ്വരൂപി എന്ന് പറയുന്നു. സ്വപ്നാവസ്ഥ അറിയുന്ന ആ ജീവനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. അതുപോലെ സുഷുപ്തിയിൽ ഉള്ള ശക്തിക്ക് പ്രാജ്ഞൻ എന്ന് പറയുന്നു. അപ്പോൾ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. ഇവിടെ വിശ്വൻ, ഈ വിശ്വത്തെ അറിഞ്ഞിരിക്കുന്ന ജീവനെ വിശ്വൻ എന്ന് പറയുന്നു. സുഷുപ്തിയിലെ സ്വപ്നാവസ്ഥയെ കാണുന്ന ആ ജീവാവസ്ഥയ്ക്ക് തൈജസൻ എന്ന് പറയുന്നു. ഒരു വസ്തുക്കളും അനുഭവിക്കാതെ തേജസ്സോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് അതിന് തൈജസൻ എന്ന് പറയുന്നു. അതുപോലെ സുഷുപ്തിയിൽ ഒന്നും അറിയാതെ അജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രാജ്ഞൻ എന്ന് പറയുന്നു. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഈ മൂന്നവസ്ഥകളിലെ മൂന്ന് ജീവന്മാര് ഒന്ന് തന്നെയാണ് വാസ്തവത്തിൽ. ഇതിനും സാക്ഷിയായിരിക്കുന്നത് ഏതാ? അതാണ് പരബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത്. അതാണ് മൂന്നവസ്ഥയ്ക്കും എപ്പോഴും സാക്ഷിയായി നിലനിൽപ്പതാം ബ്രഹ്മം താൻ എന്നു കാണുന്നോർ നിത്യസംതൃപ്തി കൊണ്ടിടും. ആ പരബ്രഹ്മമാണ് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നത്. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ബൃഹത്തായത്. നിത്യനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. അങ്ങനെയുള്ള ശക്തിക്കാണ് ബ്രഹ്മം. അതിനെ തന്നെയാണ് പരബ്രഹ്മം, ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന അർത്ഥത്തിലാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഇതെല്ലാം പേരുകൾ പലതാണെങ്കിലും ഒന്ന് തന്നെയാണ് വസ്തുത. അതിനാൽ ഇവയെല്ലാം നാം അറിഞ്ഞ് സർവത്തിനും സാക്ഷിഭൂതമായിരിക്കുന്ന അതിനെ തന്നെ നമ്മൾ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൻ്റെ വ്യവഹാരങ്ങളും ചലനാത്മകതകളും എല്ലാം വിട്ട് പരമസത്യത്തെ ബോധിച്ച് പരമസംതൃപ്തനായിത്തീരും. അപ്പോഴാണ് നിത്യസംതൃപ്തി കൊണ്ടിടും. നമുക്ക് പരിപൂർണ സംതൃപ്തി അപ്പോൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മൂന്നവസ്ഥയ്ക്കും എപ്പോഴും സാക്ഷിയായി നിലനിൽപ്പതാം ബ്രഹ്മം താൻ എന്നു കാണുന്നോ നിത്യസംതൃപ്തി കൊണ്ടിടും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.